എല്ലാ പ്രിയ സുഹൃത്തുക്കളും നമസ്കാരം. ഞാൻ സുരേഷ് ബാബു, വൈക്കം. ഇതൊരു കുടുംബത്തെ പരിചയപ്പെടുത്തുകയാണ്. സാധാരണ ഒരു കുടുംബമായിട്ട് നിങ്ങൾ അംഗീകരിക്കേണ്ട ഒരു കുരങ്ങൻ്റെ കുടുംബം. അപ്പം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ നീളം കൂടിയ മനുഷ്യൻ തന്നെ ആയിരിക്കുമല്ലോ കുടുംബനാഥൻ, അച്ഛൻ. അതിനെ കുറച്ചും കൂടി വലിപ്പം കുറഞ്ഞത് അമ്മ, പിന്നെ ഏറ്റവും കുറച്ചത് ഒരു കുട്ടി. ഓക്കെ, കഥയൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ കഥയിലെ സംഭവമായിട്ട് ഡൈവേർഷൻ ഉണ്ടാവും. മാജിക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കള്ളത്തരമാണല്ലോ. സുഹൃത്തുക്കളെ, ഈ കൊച്ചുകുട്ടിക്ക് പേരിട്ടേക്കുന്നത് കിട്ടു എന്നാണ്. അച്ഛനും അമ്മയും ലാളിച്ചിട്ട കിട്ടു. പക്ഷെ സാധാരണ മനുഷ്യന്റെ അതുപോലെ തന്നെ കുരങ്ങിന്റെ ശരീരത്തിനേക്കാൾ വലിപ്പക്കുറവായ കാരണം ഈ കിട്ടുവിനെ എല്ലാവരും ചോട്ടു എന്ന് വിളിക്കാൻ തുടങ്ങി, അയൽവക്കക്കാരെല്ലാവരും. അപ്പം അയൽവക്കക്കാർ വിളിക്കുമ്പോൾ അയൽവക്കത്തെ പിള്ളേരും വന്നിട്ട് ചോദിക്കും കിട്ടു കൊണ്ടോ എന്ന് ചോദിക്കും. ഇന്ന് പകരം ചോട്ടു കൊണ്ടോ എന്നാണ് ചോദിക്കുന്നത്, ചോട്ടു. അങ്ങനെ അവൻ ചോട്ടുവായി. അവൻ അത് കഠിനമായ ഡിപ്രഷൻ ഉണ്ടായിട്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായിട്ട് അവൻ്റെ അച്ഛൻ വിളിച്ചപ്പോൾ ദേഷ്യപ്പെട്ടവൻ ഒരു മരക്കൊമ്പിലേക്ക് കയറുകയാണ് കേട്ടോ. മരക്കൊമ്പായിട്ട് സങ്കല്പിക്കുക, വേറൊരു സങ്കല്പം മാത്രം. അങ്ങനെ നമ്മുടെ കിട്ടു എന്ന് പറയുന്ന ചോട്ടു കയറി. അപ്പം അച്ഛൻ പറഞ്ഞു അമ്മയോട്, കുറേ നേരം ആയല്ലോ നമ്മുടെ മോൻ മേലിൽ കയറിയിട്ട്, അവനെ ഒന്ന് വിളിക്കേ. അല്ല, അവൻ എന്തോ വഴക്കുണ്ടായിട്ട് കയറിയത്, എന്താ പ്രശ്നമെന്നറിയില്ല. ഒരു കാര്യം ചെയ്യും മോളെ, നീ ഒന്ന് പോയി അവനെ ഒന്ന് വിളിക്കുക. അപ്പം അമ്മ കൂടി ആഹാരമൊക്കെ പാകം ചെയ്തതിന് ശേഷം ആ മരക്കൊമ്പിലോട്ട് കയറി. എന്താ മോനെ വിഷമിക്കുന്നത്? പറയും, വേണ്ട, എന്നോടൊന്നും പറയണ്ട. മറ്റുള്ളവർ വിളിക്കുന്ന പോലെയല്ല, നിങ്ങളും എന്നെ ചോട്ടു എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥ എനിക്ക് വളരെ വിഷമമാണ്. ഞാൻ എങ്ങനെയാണ്, നിങ്ങൾക്കുണ്ടായ കുട്ടിയല്ലേ, ഭയങ്കരമായിട്ട്. അപ്പം താഴത്ത് നിന്ന് അച്ഛൻ കുരങ്ങൻ ചോദിച്ചു, എന്താടി മോൻ എന്താ വരാത്ത ആഹാരം കഴിക്കാൻ? നിങ്ങളൊന്ന് വാ മനുഷ്യ, അവനെ ഒന്ന് ആശ്വസിപ്പിക്കുക. അങ്ങനെ അവസാനം അച്ഛൻ കുരങ്ങനും കൂടി മേളിൽ കയറി. അച്ഛൻ കുരങ്ങനും കൂടി മേളിൽ കയറിയിട്ട് അവനെ ആശ്വസിപ്പിക്കാൻ നോക്കി. അവൻ ഭയങ്കര തേങ്ങിക്കരച്ചിലായി. സഹിക്കാൻ പറ്റാത്ത ഒരു കഠിനമായൊരു ഡിപ്രഷനിലായ കാരണം അവൻ കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ അവനൊരു സ്വപ്നം കണ്ടു. അവൻ കുരങ്ങന്മാരുടെ ഭഗവാനായ ഹനുമാനെ സ്വപ്നം കാണുകയും ഒരു വരം ചോദിച്ചു. ദൈവമേ, എല്ലാവരും എന്നെ ഇങ്ങനെ ചോട്ടു ചോട്ടു എന്ന് വിളിക്കുന്നു, എനിക്കെന്താ സംഭവിച്ചത്? അപ്പം ഹനുമാൻ സ്വാമി അവനൊരു വരം കൊടുത്തു. നിന്നെ കാണുന്ന കണ്ണുകൾ പോലെ തന്നെ എല്ലാവരും ഒരേപോലെയാവും. അതായത് നിനക്ക് വലിപ്പം കുറവാണെന്ന് പറഞ്ഞവർക്കും തത്തുല്യനായി നീ ജീവിക്കും. അങ്ങനെ ഒരു ബ്ലെസ്സിങ് കൊടുത്തപ്പോൾ ഞാൻ മജീഷ്യൻ സുരേഷ് ബാബു ചെറിയൊരു ബ്ലെസ്സിങ് കൊടുക്കുവാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കൈ കാണാമല്ലോ അല്ലേ, ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ റെഡി, 1 and 2 and 3 and 4, ഫോക്കസ് ആൻഡ് ഫോക്കസ്, ആബരകടാബ ഗിരിഗിലിച്ചു. നോക്കൂ, ആ കാണുന്ന അച്ഛനും അമ്മയും മക്കളുടെയൊക്കെ വലിപ്പം, അമ്മയുടെയൊക്കെ വലിപ്പം ഒരുപോലെയായി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം? ഒരു കുന്തവും പഠിക്കാൻ പറ്റില്ല, മാജിക്കാരൻ മാത്രമേ വരുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ഭാരത്. താങ്ക് യു.